എന്താണെന്നറിയാമോ ഇന്നെന്താ മമ്മി വെക്കാൻ പോകുന്നതെന്നറിയാമോ? ഇടിച്ചക്ക. വിഷുവിന് കൊണ്ടുവന്ന ആ ഇടിച്ചക്കയെ മമ്മി ഫ്രിഡ്ജ് വെച്ചിരുന്ന മക്കളോട് വരുമ്പം വെക്കാൻ വേണ്ടി. കേട്ടോ, അത് മമ്മി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനെ ആവി കയറ്റാൻ പോവുകയാണേ. ആവി കയറ്റിയിട്ട് നമുക്ക് കാണാം. ഇടിച്ചക്ക തോരൻ വെക്കാനാണേ. അടപ്പോടെ എടുത്ത് അടച്ചു വെക്കാം. ആവട്ടെ ഇനി അത്. ഇടിച്ചക്കയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട ഉള്ളി ഇട്ടിട്ടുണ്ട് ഞാനേ. ഉള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണേ. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു പിടി തേങ്ങ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഒരു നുള്ള് മസാലപ്പൊടിയാണ് ഇത്. പെരുംജീരകം മാത്രമുള്ളവർ അതിട്ടാൽ മതി, ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്, പെരുംജീരകം മാത്രമായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ മസാല ഇട്ടത്. അല്ല പെരുംജീരകം തന്നെ ഉള്ള ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു നുള്ളെടുത്തിട്ടാൽ മതി. ഒരു നുള്ള് കുരുമുളക്. ചക്കയല്ലേ, ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ചക്കയുടെ വർഗ്ഗത്തിൽപ്പെട്ടതല്ലേ, അപ്പം നല്ല ടേസ്റ്റാണ്, നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. ഒരു സ്വല്പം കുരുമുളക്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പും കൂടെ. കണ്ടോ, അത്രേ. കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒരടി അടി മിക്സിയിൽ ഒരടി റിവേഴ്സ് അടിച്ചാൽ മതി കേട്ടോ. മിക്സിയുടെ ഇതിൽ ഒരു ഇത്രയും മതി. ഓക്കെ, ഇടിച്ചൊക്കെ ആയിട്ടുണ്ടേ. ഇതാ ഇതിനകത്തോട്ട് ജാറിലോട്ട് ഇട്ട് ജാറിലിട്ട് ഒരടി. അത് റിവേഴ്സാണ് അടിക്കുന്നത് കേട്ടോ. അത് ചൂടല്ലേ അത്. ആയില്ല, ചൂടാണ്. മതി മതി മതി. ഇനി നമുക്ക് കടുവറുത്ത് അതിനകത്തോട്ട് ഇടാം. നമുക്കേ ചക്ക ഇടിച്ചക്ക തോരൻ വയ്ക്കാം. ഇവിടെ ചീനിച്ചട്ടി ചൂടായേ, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇടിച്ചക്കയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ട ഇതാണ്. എന്താണെന്നറിയാമോ? ഉഴുന്നാണത്. തൊലി കളഞ്ഞ ഉഴുന്ന്. തൊലിയുള്ള ഉഴുന്നാണേലും കുഴപ്പമില്ല, തൊലി കളഞ്ഞ ഉഴുന്ന. ഇതിപ്പോൾ എനിക്കുള്ളത് തൊലി ഇല്ലാത്തതാണ്. തൊലി ഉള്ളതാണേലും നല്ലതാണ്. ഇതിനെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ഈ ഉഴുന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അത് കൂടാതെ അതൊരു ബ്രൗണിഷ്, ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ബ്രൗണായി വന്നില്ലേ, അപ്പോൾ നമ്മുടെ ഈ വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുക്കണം. വറ്റൽ മുളകും കറിവേപ്പില ഉണ്ടാ, നല്ല മണം വരുന്നില്ലേ മക്കളെ? നമ്മുടെ ചക്ക മിക്സിയിൽ അടിച്ച് വെച്ചിട്ടില്ലേ, അതിനെ ഇട്ട് കൊടുക്കണം. ചക്ക ഇട്ട് അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇളക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം കൂടെ ഒരു അരപ്പെല്ലടും കൂടെ ഒന്നായി ഒരു മണമൊക്കെ വരണ്ടേ, ഒരുമിച്ചുള്ളത്. അതിനൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ.
നല്ല മണം കണ്ട. ഇനി ഇതിരുന്നങ്ങ് തോർന്നാ മതി. ഇതായി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അടിപൊളി മക്കളെ, അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം നല്ല പാകം. മസാലയുടെ മമ്മി ഈ മസാലക്കകത്തെ കൂടുതൽ പെരുംജീരകമായിരുന്നു ഇട്ടിരുന്നത്. ആ പെരുംജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളി. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.